നമസ്കാരം. നമ്മുടെ നാട്ടിലെ നീതി നടപ്പിലാക്കേണ്ട സർക്കാർ ഉദ്യോഗസ്ഥന്മാർ എത്രമാത്രം പിടിപ്പുകേടുള്ളവരാണെന്ന് തിരിച്ചറിഞ്ഞ ദിവസമാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം. ഇന്നലെ കാസർഗോഡ് കാഞ്ഞങ്ങാട് അമ്പലത്തറയിൽ ഉദ്ദേശം 30 കോടിയോളം രൂപ, അത് കൃത്യമായി ഇതുവരെ പുറത്തു വന്നിട്ടില്ല, ഉദ്ദേശം 30 കോടിയോളം രൂപയുടെ 2000 രൂപയുടെ കള്ളനോട്ട് ഒരു വാടക വീട്ടിൽ നിന്നും പിടിക്കപ്പെട്ടിരുന്നു. എന്നാൽ ഈ വീട്ടിൽ കള്ളനോട്ടുള്ള വിവരം ഇന്ന് ഒരു ദിവസം പെട്ടെന്ന് ഈ നിയമപാലകർക്ക് അറിഞ്ഞ വിഷയമല്ല. കഴിഞ്ഞ ഒരു മാസമായി ഈ നാട്ടിലെ ചില സാമൂഹ്യ പ്രവർത്തകർ ഇൻകം ടാക്സ്, ED, പോലീസ് സംവിധാനങ്ങളോടൊക്കെ ഈ വീട്ടിൽ കള്ളപ്പണം, അതായത് കള്ളനോട്ട് ഉണ്ടെന്ന് വിവരം അറിയിച്ചിരുന്നു. ഒന്ന് നിങ്ങൾ വന്ന് പരിശോധിക്കൂ എന്ന് 100 വട്ടം അഭ്യർത്ഥിച്ചിരുന്നു. മുകളിൽ നിന്നുള്ള അനുവാദം വരട്ടെ, മുകളിൽ നിന്നുള്ള ഉത്തരവ് വരട്ടെ, ഞങ്ങളതിൻ്റെ നടപടിക്രമങ്ങളിലാണ് എന്നുള്ള പല പല കാരണങ്ങൾ പറഞ്ഞ് ഇവർ സമയം നീട്ടി കൊണ്ടുപോവുകയായിരുന്നു. അതായത് ഒരു മാസത്തോളമായിട്ട് അവിടെ വ്യാജ നോട്ടുള്ള വിവരം ഈ സംവിധാനങ്ങൾക്കെല്ലാം അറിയാം. കഴിഞ്ഞ ദിവസം രാവിലെ നാട്ടിലെ പൊതുപ്രവർത്തകനായ ചിലർ പോലീസിന് കൃത്യമായി വിവരം നൽകി. അതായത് ഇന്നും കൂടി നിങ്ങൾ ഈ വീട് പരിശോധിച്ചില്ലെങ്കിൽ നാട്ടുകാരുടെ സഹായത്തോടെ ഈ വീട്ടിൽ ഞങ്ങൾ അതിക്രമിച്ച് കയറും, ഞങ്ങൾ പരിശോധിക്കും, നിങ്ങൾ വരുന്നതിന് മുമ്പ് ചാനലുകാരെ ഞങ്ങൾ വിളിക്കും, നിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഞങ്ങൾ ജനങ്ങളെ അറിയിക്കും എന്ന് താക്കീത് നൽകി. ഇതോടെയാണ് 5 മണിയോടുകൂടി പരിശോധിക്കാമെന്ന് പോലീസ് തീരുമാനത്തിലെത്തുന്നത്. പോലീസിനോട് ഈ പൊതുപ്രവർത്തകർ പറയുന്നുണ്ട്, നിങ്ങൾ കുത്തിപ്പൊളിക്കുകയൊന്നും വേണ്ട, ഈ വീട്ടിലെ ഉടമസ്ഥൻ്റെ, ഈ വീടിൻ്റെ ഉടമസ്ഥനെ വിളിച്ച് ഇതിൻ്റെ താക്കോൽ ആവശ്യപ്പെടുക, നിങ്ങൾ പരിശോധിക്കുക, തീർച്ചയായും ഉടമസ്ഥൻ വീടിൻ്റെ താക്കോൽ തരാൻ തയ്യാറാകും. ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടും ഈ നാട്ടിലെ ഒരു സംവിധാനങ്ങൾക്ക് ഒരു അനക്കവും ഉണ്ടായിരുന്നില്ല എന്നത് അങ്ങേയറ്റം ലജ്ജിപ്പിക്കുന്ന വിഷയമാണ്. ഇനി വിഷയത്തിലേക്ക് വരാം. അല്പം നീണ്ടതാണ്, പ്രേക്ഷകർ കൃത്യമായി കേൾക്കണം. സുലൈമാൻ എന്ന ബേക്കലം സ്വദേശി, ബേക്കലം പഴയങ്ങാനം അങ്ങനത്തെ ഒരു സ്ഥലത്തുള്ള ഒരാളാണ്. ഹദ്ദാദിനോട് ചേർന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. ഈ സ്ഥലത്തെ പ്രധാനിയാണ് ഈ സുലൈമാൻ. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇദ്ദേഹം രാജ്യവിരുദ്ധമായ, രാജ്യത്തിൻ്റെ സാമ്പത്തിക നില തകർക്കുന്ന രീതിയിൽ വ്യാജ നോട്ടുകൾ വിതരണം ചെയ്യുന്ന സംഘത്തിൻ്റെ തലവനായിരുന്നു. പെട്ടെന്നാണ് പ്രധാനമന്ത്രി മോദി 2000 രൂപ പിൻവലിച്ചത്. ഇതോടെ ബാക്കി വന്ന 30 കോടിയോളം രൂപ ഇത് ചിലവഴിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. തുടർന്നാണ് ഈ പണം കൊണ്ട് മറ്റൊരു തന്ത്രം ഇവർ മെനഞ്ഞെടുത്തത്. അതായത് പ്രധാനമന്ത്രി നോട്ട് നിരോധിച്ചതോടുകൂടി 2000 നോട്ട് ഞങ്ങൾക്ക് ബാങ്കിൽ ഏൽപ്പിക്കാൻ സാധിക്കുന്നില്ല, ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് കോടീശ്വരന്മാരുടെ കാശ് ഇതിൻ്റെ അകത്ത് ഞങ്ങളുടെ കയ്യിലുണ്ട്, ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, ഇത് മാറാൻ സാധിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ 1 കോടി രൂപ 2000 നോട്ടിന് പകരമായി 30 ലക്ഷം രൂപ നിലവിൽ നടപ്പിലുള്ള ഇന്ത്യൻ കറൻസി നൽകിയാൽ മതി. പക്ഷേ ഇങ്ങനത്തെ പല തട്ടിപ്പുകളും പലരും കണ്ടതുകൊണ്ട് ആരും ആദ്യഘട്ടത്തിൽ വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ ഇതിൻ്റെ വീഡിയോ, അതായത് ഇവർ പണത്തിൻ്റെ വീഡിയോ കൃത്യമായി ഷൂട്ട് ചെയ്ത് ആവശ്യക്കാർക്ക് നൽകും. ആ നൽകുന്നതിന് 1 ലക്ഷം രൂപയാണ്. അതായത് വീഡിയോ മാത്രം കാണിക്കാനായി ഈ സുലൈമാനും സംഘവും ഈടാക്കിയിരുന്നത് 1 ലക്ഷം രൂപയാണ്. തുടർന്ന് പണം വാങ്ങിക്കാനായി ഗോവയിൽ നിന്നും ഉത്തരേന്ത്യയിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ ഒരുപാട് ആളുകൾ, പ്രാദേശികമായും ചിലരും എല്ലാവരും ഈ പണം മേടിക്കാനായി രംഗത്ത് വന്നു. 30 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ 1 കോടി രൂപ കിട്ടും, ഇത് ചില തന്ത്രങ്ങളിലൂടെ ബാങ്കിലൂടെ മാറ്റാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നവരായിരിക്കാം ഇത്തരം ഇടപാടിന് വരുന്നത്. അങ്ങനെ ഈ പാറപ്പള്ളിയിലെ ഈ വീട്ടിലെത്തി ഈ 2000 രൂപയുടെ നോട്ട് കാണണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 10 ലക്ഷം രൂപയെങ്കിലും കൈയോടെ കൈമാറണം. എന്നാൽ മാത്രമേ ഈ നോട്ടുകെട്ടുകൾ അവർക്ക് പ്രദർശിപ്പിക്കുകയുള്ളൂ. തുടർന്ന് ഈ ആവശ്യവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ
10 ലക്ഷം രൂപ ആദ്യം ഇവർ കരസ്ഥമാക്കും. തുടർന്ന് ഈ 2000 നോട്ടുകൾ ഇവർക്ക് പരിശോധനയ്ക്കായി നൽകും. പരിശോധിച്ച് എന്തെങ്കിലും സംശയം ഉടലെടുക്കുകയാണെങ്കിൽ അതിനൊരു 2-3 സാധനം സാമ്പിളായി ഇവർ കൊണ്ടുപോവുകയും ചെയ്യും. തുടർന്ന് ഇത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത് വ്യാജ നോട്ടാണെന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി പലരും തിരിച്ച് ഈ വഴിക്ക് വരാറില്ല. ആദ്യത്തെ 10 ലക്ഷം രൂപ ഇവർക്ക് ലാഭം. ഇങ്ങനെ നിരവധി ആളുകളിൽ നിന്നുമാണ് ഇവർ 10 ലക്ഷം രൂപ, 30 ലക്ഷം രൂപ, 5 ലക്ഷം രൂപ എന്ന നിരക്കിൽ നിരവധി ആളുകളിൽ നിന്നാണ് ഈ പണം കാണിച്ച് ഈടാക്കിയത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവർ ഇത്രയും കാലം ഇത്തരം കള്ളനോട്ട് ഈ നാട്ടിൽ വിതരണം ചെയ്തതിന് ശേഷമാണ് ഈ 2000-ൻ്റെ ബാക്കി വന്ന 2000 നോട്ട് ഈ രീതിയിലുള്ള തട്ടിപ്പിന് ശ്രമിച്ചത്. നിങ്ങൾ കാണുക, എന്നോടൊപ്പം കാണുന്ന ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് ഒരു ഉത്തരേന്ത്യയല്ല, ഗോവയിലുള്ള ആരോ ഒരാളാണ്. ഇയാൾ പണം വാങ്ങിക്കാൻ വേണ്ടി ഈ വീട്ടിലെത്തിയപ്പോൾ എടുത്ത വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. അയാൾ ഓരോ നോട്ടും ഇങ്ങനെ പരിശോധിക്കുകയാണ്. ഓരോ നോട്ടും ഇയാൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ നോട്ടുകളും പരിശോധിച്ച് അയാളുടെ മുഖത്തിൻ്റെ ആ ഭാവം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവാം ഇത് വ്യാജമാണെന്നുള്ള സംശയം ഇത് വാങ്ങിക്കാൻ വന്ന ആൾക്കുണ്ട്. ഇയാളുടെ കയ്യിൽ, ഈ സുലൈമാനും സംഘത്തിൻ്റെ കയ്യിൽ തോക്കുകളൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. കാരണം തോക്കൊക്കെ കാട്ടി പിന്നെ ചൂണ്ടി ഭീഷണിപ്പെടുത്തിയൊക്കെ തിരിച്ചയക്കുക എന്നുള്ളതാണ്. ഇതിനായി പ്രാദേശികമായിട്ട് ഇവർ ഒരു എന്താ പറയണ്ടേ, ഇയാളെ സംരക്ഷണത്തിനായി ഒരുപാട് ചെറുപ്പക്കാരെ രംഗത്തിറക്കിയിട്ടുണ്ട്. പ്രദേശത്തുള്ള ഇദ്ദേഹം താമസിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ബേക്കലം ഹദ്ദാദിന് സമീപത്തുള്ള ഒരു പ്രദേശത്താണ്. ഈ പ്രദേശത്തുള്ള ഒരു ക്ലബ്ബ് ഇയാൾ സ്വന്തമായി നിർമ്മിച്ച് നൽകി. ഇയാൾ തന്നെയാണ് പ്രസിഡന്റ്, സെക്രട്ടറിയൊക്കെ ഇവരുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെയാണ്. ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് CPM-ൻ്റെ മുതിർന്ന നേതാക്കളാണ്. പെട്ടെന്ന് പണക്കാരനായ ഒരു വ്യക്തി, ഇയാളുടെ കാശ് ഇയാൾക്ക് എവിടെ നിന്നാണ് ഇത്രമാത്രം കാശ് വന്നത് എന്നൊക്കെ പരിശോധിക്കാൻ ഈ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾക്ക് ബാധ്യതയില്ലേ? എവിടെയെങ്കിലും പോയിട്ട് ഉദ്ഘാടനം ചെയ്യുക. മാത്രമല്ല പ്രദേശത്തുള്ള മറ്റ് ആരാധനാലയങ്ങൾക്കൊക്കെ വാരിക്കോരിയാണ് ഇദ്ദേഹം സംഭാവന ചെയ്യുന്നത്. ഏത് മതമായിക്കോട്ടെ. യുവാക്കൾക്ക് കളിക്കാനായി PWDയുടെ സ്ഥലത്ത് സിമൻറ്റ് പാകിയ ഷട്ടിൽ കോർട്ടൊക്കെ തയ്യാറാക്കി കൊടുത്തു. ഇദ്ദേഹം 4000 സ്ക്വയർ ഫീറ്റോളമുള്ള ഒരു വീട് നിർമ്മാണത്തിലാണ്. ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കുള്ള റോഡ് നിർമ്മിക്കാനായി തന്നെ ലക്ഷങ്ങളാണ് മുടക്കിയത്, കോൺക്രീറ്റ് റോഡിനായി. ഈ കാശൊക്കെ എങ്ങനെയാണ് ഒരാളുടെ കയ്യിൽ വന്നത് എന്ന് അന്വേഷിക്കേണ്ട ബാധ്യത ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്കില്ലേ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു രാഷ്ട്രീയ നേതാവ് ഇത് പുറത്തു കൊണ്ടുവന്ന മനുഷ്യനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണെന്ന് പറയുന്നത്. ബേക്കലം പ്രദേശത്തെ ഒരു രാഷ്ട്രീയ നേതാവ്. ഇയാൾക്കെതിരെ ഇന്ന് പോലീസിൽ പരാതി നൽകുമെന്ന് ഈ വിവരങ്ങളൊക്കെ പുറത്തു കൊണ്ടുവന്ന ആ യുവാവ് ഞങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. നിങ്ങളായിട്ടൊന്നും ചെയ്യുന്നുമില്ല, ചെയ്യുന്ന ആൾക്കാരെ ഭീഷണിപ്പെടുത്തുക, കൊല്ലുമെന്ന് പറയുക. എന്താണിത്? എന്തായാലും സുലൈമാൻ ചെറിയ കളിയൊന്നുമല്ല കളിച്ചത്. ഈ രാജ്യത്തെ അപ്പാടെ വിൽക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. ഈ കാര്യങ്ങളൊക്കെ പോലീസുകാർക്കറിയാം. ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു വാടക വീട്ടിൽ നിന്നാണ് ഈ കാശ് പിടികൂടിയിരിക്കുന്നത്. ഇനി പോലീസുകാരനെ എഴുതുമോ ഈ സുലൈമാൻ അറിയില്ല എന്ന് എഴുതുമോ? നാട്ടിലെ സകല ജനങ്ങൾക്കും അറിയാം ഇത് സുലൈമാനാണെന്ന്. എല്ലാ സാഹചര്യ തെളിവുകളുമുണ്ട്. പിന്നെ ഒരുപാട് രാഷ്ട്രീയക്കാരുടെ പിന്തുണ ഉള്ളതുകൊണ്ട് ഇത്തരം ആളുകളൊക്കെ ഇന്നും നമ്മുടെ നാട്ടിൽ വിലസി നടക്കും, നാളെയും നടക്കും. അപ്പോൾ 2000-ൻ്റെ നോട്ട് എന്തിന് വ്യാജമായി അടിച്ചു എന്നുള്ളതിൻ്റെ കൃത്യമായ ഉത്തരമാണ് നിങ്ങൾക്ക് ഞങ്ങൾ നൽകിയത്. അപ്പോൾ ഇതുപോലുള്ള രാജ്യവിരുദ്ധ താല്പര്യക്കാരെ മാറ്റി നിർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നന്ദി, നമസ്കാരം.